പ്രിയങ്ക ഗാന്ധി എന്താ വന്നതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആളെ നോക്കിയിട്ടൊന്നുമല്ല, ആൾ എന്ത് ചെയ്തു എന്നുള്ളതിനെപ്പറ്റി നോക്കിയിട്ടാണ്. ഗംഗയിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടാണ് പ്രചരണം ആരംഭിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗംഗയിലെ വെള്ളം ഇപ്പോൾ കുടിക്കാം. അതിൻ്റെ ഉത്തരവാദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നമസ്കാരം. താങ്കൾ BJP സംസ്ഥാന പ്രസിഡന്റായി ഇരിക്കുമ്പോഴാണ് ആദ്യമായി നിയമസഭയിൽ BJP ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായിരിക്കും ഈ ലോക്സഭ ഇലക്ഷൻ എന്ന് താങ്കൾ കരുതുന്നുണ്ട്? കേരള ജനതയ്ക്ക് LDF UDF അല്ലാത്ത ഒരു ജനപ്രതിനിധി ലോക്സഭയിലേക്ക് പോകണം എന്നുള്ള അവരുടെ വലിയൊരു ദാഹമുണ്ട്. കുറേ നാളുകളായിട്ടുള്ളതാണ്. LDF UDF മാറി മാറി ഭരിച്ചപ്പോൾ ഈ കേരളത്തിന് ഉണ്ടായ അധോഗതി വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ലോക്സഭയിൽ ഈ കേരളത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ച് കേരളത്തിൽ ഒട്ടേറെ വികസന പദ്ധതി നടപ്പിലാക്കാൻ ഒരു സമ്മർദ്ദ ശക്തിയായി നിന്നുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന മോഡി ഭരണത്തിന് കൈപൊക്കാൻ ശേഷിയുള്ള, മനസ്സുള്ള, തയ്യാറുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, കേരളത്തിൻ്റെ താല്പര്യമാണത്. അതിലേക്ക് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ചാൻസസ് കേരളത്തിൽ നിന്ന് താങ്കൾ എത്രയായി കണക്കാക്കുന്നു? 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. വിജയപ്രതീക്ഷയുണ്ട്. ശബരിമല എന്ന വിഷയം കേരള ജനതയുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയമാണ്. അത് എങ്ങനെ ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് താങ്കൾ കണക്കാക്കുന്നു? ശബരിമല വിഷയം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് യാദൃച്ഛികമായി സംഭവിച്ചതൊന്നുമല്ല. അത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ ദുരിതമാണ്, പരിണിതഫലമാണ്. അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം ഇന്ന് രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഒരു മതേതര സർക്കാർ ഒരിക്കലും ഒരു ആരാധനാലയത്തിൻ്റെ ഭരണ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ആരാധനാ സ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 26 ഒക്കെ അനുസരിച്ച് ഭരണഘടനാദത്തമായ ഒരു അവകാശമാണ് അവരുടെ ആരാധനാലയങ്ങളുടെ ഭരണനിർവഹണ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആ ആരാധനാലയത്തിൽ എത്തുന്ന ആരാധകർക്ക് ഉള്ള സ്വാതന്ത്ര്യം, അവകാശമുണ്ട്. കേരളത്തിലതില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം ഒക്കെ കൈയടക്കി വെച്ചിരിക്കുന്ന സർക്കാർ, ആ സർക്കാരിൻ്റെ അവിഹിതമായ, അനിയന്ത്രിതമായ ഒരു ഇടപെടലാണ് വാസ്തവത്തിൽ ഈ ശബരിമലയിലുണ്ടായ സംഭവവികാസം. അപ്പോൾ അതിനെ ആ നിലയ്ക്കാണ് നോക്കിക്കാണേണ്ടത്. ഇവിടെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും അവരുടെ ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. മതസ്വാതന്ത്ര്യമാണ് ഇവിടുത്തെ വിഷയം. ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിനൊരു സംഭവം ഇടയ്ക്ക് വന്ന് ഒരു കോടതി വിധി ഉണ്ടായി എന്നുള്ളതല്ലാതെ കോടതി വിധി അല്ല ഇതിൻ്റെ അകത്തെ പ്രശ്നം. ഇത് ഈ കേരളത്തിലെ ക്ഷേത്രവിശ്വാസികൾക്ക് അവരുടെ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങളിൽ അവിടുത്തെ ആരാധന, വിശ്വാസം, സങ്കല്പം, ആചാരങ്ങൾ, ഇതെല്ലാം അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം വെച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള അവകാശം അവർക്ക് കൊടുക്കണം. അത് അവരിൽ നിക്ഷിപ്തമാണ്. എല്ലാ മതസ്ഥർക്കും അതുപോലെ തന്നെയാണ്. എല്ലാ മതസ്ഥരും ഇന്നിപ്പോൾ ശബരിമലയാണ്, നാളെ മലയാറ്റൂർപ്പള്ളി ഈ ഗവൺമെൻറ് കൈയിടത്തിൽ വരാം, ഭീമാപ്പള്ളി വരാം, എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ അടിസ്ഥാനപര ഒരു ആശയത്തിൻ്റെ വിഷയമാണ്. ഇതൊരു ആദർശമാണ്, ഒരു ആശയമാണ്, ഒരു പ്രിൻസിപ്പിളിൻ്റെ പ്രശ്നമാണ്. ആരാധനാലയങ്ങളിൽ ഒരു മതേതര സർക്കാരിന് ഇടപെടാനും അവിടുത്തെ ആരാധനയും ആചാരങ്ങളും നിയന്ത്രിക്കാനും അതിൽ വേണ്ട വിധത്തിൽ വേണ്ട ഡയറക്ഷൻസ് കൊടുക്കാനും അവകാശമുണ്ടോ, അധികാരമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസും ഈ വിഷയത്തിൽ ഇതേ നിലപാട് തന്നെ, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നു. BJPയുടെയും കോൺഗ്രസിൻ്റെയും നിലപാട് ശബരിമല വിഷയത്തിൽ ഒരേപോലെ തന്നെ സംഭവിക്കുന്നു. അതും ഈ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, കോൺഗ്രസിൻ്റെ വിഷയം, കോൺഗ്രസ് ഇക്കാര്യത്തിൽ യാതൊരു ആത്മാർത്ഥം ഇല്ലാത്തവരാണ്. ഈ ഒരു ദയനീയമായ, പരിതാപകരമായ അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രങ്ങളെ കൊണ്ടുവന്നെത്തി കോൺഗ്രസ് സർക്കാരിൻ്റെ ഭരണകാലത്ത് തന്നെയാണ്. KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 1983 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതി വിധികളുണ്ട്. ക്ഷേത്രകാര്യങ്ങളിൽ ഈ അനിയന്ത്രിതമായ ഇടപെടൽ ഒരിക്കലും അനുവദിച്ചുകൂടാ. രാഷ്ട്രീയ വിമുക്തമാക്കണം ക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? കരുണാകരൻ്റെ കാലത്ത് ഉണ്ടായ ശുപാർശയാണ്, ആ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ്. എന്തുകൊണ്ടാണ് ശുപാർശ? കുട്ടിക്കൃഷ്ണമേനോൻ 1965 ഇതേ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കുക എന്നുള്ളതാണ് ആവശ്യം. ആ ആവശ്യം ഈ നെടുനാളായിട്ടുള്ള ആവശ്യമാണ്. അത് അംഗീകരിക്കാതിരുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ ദുരിതമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് ഇതിൻ്റെ അകത്ത് ഈ പ്രതിപ്പട്ടികയിൽ തന്നെയാണ്. അവരും
ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. ഇനി നാഷണൽ ലെവലിലേക്ക് വരാം സർ. എങ്ങനെയാണ് NDAയുടെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഒരു ഈ ഇലക്ഷനിൽ എന്തായിരിക്കാം മോദി സർക്കാർ മുന്നിൽ കാണുന്നത്? മോദി സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ അതുകൊണ്ട് വളരെ സംതൃപ്തരാണ്. 60 വർഷക്കാലം നടത്താൻ കഴിയാതെ, കോൺഗ്രസ്സിന് കഴിയാതെ പോയ കാര്യങ്ങൾ വെറും 60 മാസം കൊണ്ട് അദ്ദേഹം നടപ്പിലാക്കി. ഇവിടുത്തെ സമ്പദ്ഘടന സുസ്ഥിരമാക്കി. ഇന്ന് IMF പോലെ അന്തർദേശീയ ഏജൻസികൾ പോലും പറയുന്നു ഭാരതം അടുത്ത 2 വർഷത്തിനകം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. നോട്ട് നിരോധം ഇന്ത്യയെ ബാധിച്ചില്ല എന്നാണോ? അതെ, തീർച്ചയായിട്ടും ബാധിച്ചിട്ടില്ല. സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന് യാതൊരു സംശയമില്ല. അത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി വളരെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ NSSO റിപ്പോർട്ട് പ്രകാരം പറയപ്പെടുന്നത് തൊഴിൽ അവസരങ്ങൾ കഴിഞ്ഞ 45 വർഷത്തിലുള്ളതിൽ ഏറ്റവും താണ നിലയിൽ, അല്ലെങ്കിൽ ജോബ്ലെസ്നെസ്, അൺഎംപ്ലോയ്മെൻറ്റ് 6.1% 2014 ശേഷം ഉയർന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ സുസ്ഥിര വികസനം എന്നതിനെക്കുറിച്ചും അതും ഇതും. അതെ, തൊഴിലില്ലായ്മയെക്കുറിച്ച് അവർ കണക്കെടുക്കുന്നതൊക്കെ വാസ്തവത്തിൽ തെറ്റായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അവർ ഓർഗനൈസ് സെക്ടറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടുത്തെ P&D അല്ല, പോസ്റ്റൽ, റെയിൽവേ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം കൊടുത്തു എന്നാണ്. ഓർഗനൈസ് സെക്ടറിനെ കുറിച്ചാണ്. അസംഘടിത മേഖലയിലാണ് തൊഴിലുകൾ ധാരാളം വർദ്ധിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയാമല്ലോ, മുദ്രാ ലോൺ എത്രയോ കോടിക്കണക്കിന് 30,000 കോടി രൂപ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് മുദ്രാ ലോൺ. ഈ മുദ്രാ ലോൺ എന്താ, ഓരോരുത്തരും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കായിരുന്നു? അല്ല, അവരെന്തെങ്കിലും തൊഴിൽ സംരംഭം ആരംഭിക്കുകയാണ്. അപ്പോൾ തൊഴിൽ കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ആരംഭിക്കും. കേരളത്തിൽ നമ്മൾ വിലയിരുത്തുന്ന അത്രയും എളുപ്പത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ? കാരണം കർഷകർ അവർ ലോങ് മാർച്ച് നടത്തി. അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഏതാണ്ട് എല്ലാ താഴ്ന്ന ചെറുകിട പദ്ധതികളും തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതെ, അതൊക്കെ പ്രതിപക്ഷ ആരോപണമല്ലേ? എത്ര തൊഴിൽ ചെറുകിട സംരംഭങ്ങളാണ് തകർന്നു പോയത്? ചെറുകിട സംരംഭങ്ങൾ ധാരാളം ആരംഭിക്കുകയാണ് ഉണ്ടായത്. കാരണം മുദ്രാ ലോൺ ഇത്രയോ കോടിക്കണക്കിന് രൂപ കേരളത്തിൽ മാത്രം അർഹർക്ക് തന്നെ ലഭിച്ചു എന്നാണ്. പിന്നെ അല്ലാതെ അത് ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്ന പൈസയില്ലേ? അല്ലെങ്കിൽ അവരെ അവഹേളിക്കലാണ്. അവർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൈസ ഉപയോഗിച്ചതെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ തയ്യൽ മെഷീൻ വീട്ടിലുള്ള 4-5 പേർക്ക് ഇന്ന് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എമൗണ്ട് ചോദിക്കുന്നു, 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ചോദിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്. അത്രയും പേർക്ക് തൊഴിൽ കിട്ടുന്നില്ലേ? ഇങ്ങനെ ഓരോന്നും സ്റ്റാർട്ടപ്പ് പദ്ധതി ആർക്കാണ് തൊഴിൽ കിട്ടുന്നത്? ഒരാൾക്കേ തൊഴിൽ കിട്ടുന്നെങ്കിൽ ഒരാൾക്ക് തൊഴിലില്ലേ? ഇനി ഒരാൾക്ക് മാത്രമായിട്ടല്ല ഇത്രയും ലക്ഷക്കണക്കിന് ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നിരവധി ആൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. നാഷണൽ ഹൈവേ വികസിച്ചു, ഇത്രയും കോടി രൂപ നാഷണൽ ഹൈവേ തൊഴിൽ കിട്ടുന്നില്ലേ? ഈ തിരുവനന്തപുരം ഏരിയയിൽ 6,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പണം ചിലവഴിച്ചിട്ടുണ്ട്. തൊഴിലില്ലേ? എത്രയോ ആൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി എത്രയോ ആൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ അസംഘടിത മേഖലയാണ്. അസംഘടിത മേഖലയെ കണക്കെടുക്കുകയല്ല, സംഘടിത മേഖലയിലെ കണക്കാണ് എടുക്കുന്നത്. അപ്പോൾ അസംഘടിത മേഖലയിൽ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളിലൂടെ നിരവധി ആൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്. ഗ്രാമീണ റോഡുകളുടെ വികസനം, ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ കോടിക്കണക്കിന് രൂപയുടെ പണം ചെലവഴിച്ചു എന്ന് കണക്ക് പറയുന്നുണ്ട്. അതിലൂടെ തൊഴിൽ കിട്ടിയ കാര്യം പറയത്തില്ല, കാരണം അസംഘടിത മേഖലയാണ്. അപ്പോൾ എല്ലാം കൂടി കണക്കെടുക്കുമ്പോഴാണ് തൊഴിൽ എത്ര വർദ്ധിച്ചു എന്ന് പറയാൻ കഴിയുക. അതുകൊണ്ട് തൊഴിൽ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്, തൊഴിൽ ദിനങ്ങൾ കൂടിയിട്ടുണ്ട്, ആളുടെ ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഇപ്പോൾ ഏറ്റവും അധികം ബാധിച്ച ഒരു വിഷയം മാത്രം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. വിലക്കയറ്റം അല്ലെങ്കിൽ പെട്രോൾ വില വർധന, അതിലെ ഡീറെഗുലൈസേഷൻ മോഡി സർക്കാർ വന്ന ഉടനെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതിൻ്റെ പിന്നിൽ പിന്നെ ഉണ്ടായത് വിലക്കയറ്റമാണ്. അതിനെക്കുറിച്ച് അല്ല, അന്തർദേശീയ തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ മറ്റുമൊക്കെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ ഇടിവാണല്ലോ സംഭവിച്ചത്. അതിനനുസരിച്ച് കുറഞ്ഞിട്ടുമുണ്ട്. ഈ കുറഞ്ഞ കാര്യം മാത്രം ആരും പറയുന്നില്ലല്ലോ. പല സന്ദർഭങ്ങളിലും വില കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ അത് വില കുറയ്ക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്നുണ്ട് ഈ ടാക്സ് ഇനത്തിൽ കിട്ടുന്നത് മുഴുവൻ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനം സേവന മേഖലകളിൽ മാത്രമാണ് ചിലവഴിക്കുന്നത്. അതിൻ്റെ കണക്കും വളരെ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഓയിലിൻ്റെ മറ്റുമൊക്കെ വില വ്യത്യാസം വരുന്നത് കൂടുതലാണ് എന്ന് പറയുന്നു. ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് GSTയുടെ പരിധിയിൽപ്പെടുത്തു. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, പല സംസ്ഥാനങ്ങളും പറഞ്ഞു, കേരള ഗവൺമെൻറ് അതിനെതിരാണ്.
അപ്പോൾ GST കൗൺസിലിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ട GST ഇവിടെ പരിധി കൊണ്ടുവരും. വില കുറയും, ശരിയാണ്. ടാക്സ് ഇനത്തിൽ ഇതിനകത്ത് നല്ലൊരു ശതമാനം ടാക്സ് ആയിട്ടാണ് പോകുന്നത്. ആ ടാക്സ് ഇനത്തിൽ ഏകീകരിക്കുന്ന സന്ദർഭത്തിൽ വില കുറയും. എൻ്റെ ഗുണഭോക്താക്കൾ ഇവിടുത്തെ ജനങ്ങളാണ്. അങ്ങനെയെങ്കിൽ പ്രളയ സമയത്ത് കേന്ദ്രം കേരളത്തിലേക്ക് അനുവദിച്ച പാക്കേജ് പര്യാപ്തമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നു? പര്യാപ്തമായിരുന്നു. അതിൻ്റെ കാരണം അതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന വിദഗ്ധ സംഘം എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. ഓരോ സ്ഥലങ്ങളും നേരിട്ട് പോയി കണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതിന് ശേഷമാണ് തുക നിശ്ചയിച്ചത്. ആ തുക ധാരാളം മതി. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ ആ തുക ആദ്യം ചെലവഴിച്ചതിന് ശേഷം ചോദിക്കൂ. ഇത് ചെലവഴിക്കാതിരിക്കുകയും വകമാറ്റി ചെലവഴിക്കുകയും സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നവർക്ക് എന്ത് അർഹതയാണ് ഇത് ചോദിക്കാനുള്ളത്? ഓക്കെ സർ, ഇനി ഒറ്റ വാക്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ ഒറ്റ വാക്കിലോ ഒറ്റ വാചകത്തിലോ താങ്കളുടെ ചുരുങ്ങിയ മറുപടികളാണ് പ്രതീക്ഷിക്കുന്നത്. ചൗക്കിദാർ ഈ ഭാരതത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്നത് അന്തസ്സും അഭിമാനവുമുള്ള കാര്യമാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഞാനും ചൗക്കിദാർ, ഈ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചൗക്കിദാറാകാനാണ് ഞാൻ ഒരു ജനപ്രതിനിധിയാകുന്നത്. പ്രിയങ്ക ഗാന്ധി എന്താ വന്നതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നു? ആളെ നോക്കിയിട്ടൊന്നുമല്ല, ആൾ എന്ത് ചെയ്തു എന്നുള്ളതിനെപ്പറ്റി നോക്കിയിട്ടാണ്. ആളൊരു കാര്യം ചെയ്തു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഗംഗയിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടാണ് പ്രചരണം ആരംഭിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗംഗയിലെ വെള്ളം ഇപ്പോൾ കുടിക്കാം. അതിൻ്റെ ഉത്തരവാദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പിണറായി വിജയൻ പരാജയമല്ലേ ഈ ഭരണം? ഈ കേരളത്തിലെ ഇത്രയും നാളത്തും 1000 ദിനം കൊണ്ട് 1000 ദിവസത്തെ പുറകോട്ടടിക്കുകയാണ്. പത്തനംതിട്ടയിൽ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. പത്തനംതിട്ട 20 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരെണ്ണം തന്നെയാണ്. ആ പത്തനംതിട്ടയിൽ ഇപ്പോൾ എന്ത് സംഭവിക്കാനാണ്? എല്ലായിടത്തും NDAയുടെ ജനമുന്നേറ്റമാണ് എല്ലായിടത്തും ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും വിജയപ്രതീക്ഷയുണ്ട്, മാറ്റമുണ്ട്. റഫാലിന് ഒരു പ്രശ്നമില്ല. സുപ്രീം കോടതി വിധിയുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ AGയുടെ റിപ്പോർട്ടുണ്ട്, CAG റിപ്പോർട്ടുണ്ട്. എല്ലാം വളരെ വ്യക്തമല്ലേ? ഒരു അഴിമതി അതിൻ്റെ അത് നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. റഫാൽ പോലെയുള്ള ഇത്രയും അത്യന്താധുനിക ഒരു യുദ്ധോപകരണം, അതുപോലെ തന്നെ വിമാനമൊക്കെ കിട്ടുക എന്ന് പറയുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അന്തസ്സാണ്. ഈ പ്രതിരോധ ശക്തിയാണ്, ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയായി തീരുകയാണ് ചെയ്തത്. നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സംശയം എന്താ? ഓക്കെ, താങ്ക് യു സർ. ഫസ്റ്റ് പോസ്റ്റിന് വേണ്ടി സമയം ചെലവഴിച്ചത്.